ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഭീമാലവിക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2025 ആദ്യത്തെ തുടക്കം, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പോയി വിസിറ്റ് ചെയ്യണത് വേറെ എവിടേക്കല്ല, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാൻ വാക്കുകളില്ല ആ ഒരു സ്ഥലത്തേക്ക്. വേറെ എവിടേക്കല്ല, നമ്മുടെ ശിവൻ്റെ അടുത്തേക്കാണ്, ഈശോയിലേക്കാണ് കേട്ടോ. സോ 2025 അവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചു. അവിടെ പോയി ഒന്ന് കുളിച്ച് റിഫ്രഷ് ചെയ്ത് എല്ലാം നല്ല രീതിക്ക് ആവണേന്ന് പ്രാർത്ഥിക്കാനും എനിക്കെന്തോ ഭയങ്കര ഒരു സങ്കടം, ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴത്തെ പോലെ നമ്മൾ കാറിലാണ് പോണത്. നമ്മൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തൊരു പ്ലേസ് ആണെങ്കിലും, പക്ഷേ ഇന്നെന്തോ പോയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഫീൽ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ലൊരു നാടൻ ഫുഡ്, അതായത് നമ്മുടെ ഈ ഒരു ആലത്തൂർ പാലക്കാടൊക്കെ റൂട്ട് എത്തുന്നതിനെക്കാട്ടും മുൻപ് ഈ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ആളുടെ പെരുമാറ്റം അതാണ് നമ്മളവിടെ എത്തിച്ചത്. നമ്മൾ കാറ് കൊണ്ട് നിർത്തുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മളെ വീട്ടിലത്തെ ഫുഡ് നമുക്ക് കഴിച്ചൊരു ഫീലാണ് കേട്ടോ. ഇലയിൽ ചോറൊക്കെ വിളമ്പി, സാമ്പാറും തൈരും പിന്നെ പച്ചക്കറികളായിട്ട് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ, പിന്നെ അയില ഫ്രൈ, ഭയങ്കര കോമ്പിനേഷനായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഞാൻ ഡയറ്റൊന്നും നോക്കിയില്ല കേട്ടോ. കാരണം ഇതുപോലെ ഇതുപോലെ നാടൻ ഫുഡ് വല്ലപ്പോഴൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ കഴിക്കും. പിന്നെ ഇത്രയും സ്നേഹത്തോടെ അവരത് വിളമ്പി തരുമ്പോഴും അതിനൊരു ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിച്ചു. അയിലക്കറി പിന്നെ മുട്ട ഓംലേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ റൂട്ട് പോവുകയാണെങ്കിൽ ഈ ഉച്ച സമയത്ത് ഈ ഒരു ഷോപ്പിൽ കയറി ഒരു കുഞ്ഞൊരു കടയാണ്, ഷോപ്പെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 4 വശം ഇങ്ങനെ മേഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ഒരു ഫീലായിരുന്നു ആ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ആ വഴിയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ ബബ്ലൂസിന് ഇത് വാളയാർ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് കേട്ടോ. അവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ബബ്ലൂസിന് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിൽ പോകുമ്പോൾ പാട്ടൊക്കെ വെച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വാളയാർ കഴിഞ്ഞിട്ടുള്ള പമ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അത്രയും ഫീൽ തോന്നിയില്ല, പക്ഷെ ഡയറക്റ്റ് കാണുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പറായിട്ടുള്ള പമ്പ്. വേറെ ഒന്നല്ല, ബാക്ക്ഗ്രൗണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. ആ മലയും കാര്യങ്ങളൊക്കെ. പിന്നെ കോയമ്പത്തൂർ എത്താറായപ്പോൾ നമ്മളെപ്പോഴും കഴിക്കുന്നൊരു പായസത്തിൻ്റെ ഒരു സെക്ഷനുണ്ട്. പായസം വിൽക്കുന്നൊരു ചേട്ടനുണ്ട്. ആളുടെ നിന്ന് ചൂട് പായസം, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമായിട്ട് ഒരു 2 സിപ്പ് കഴിച്ചുള്ളൂ. മധുരം കട്ട്. ഓക്കെ, മധുരം ഒഴിവാക്കിയൊക്കെയാണ്. പുതിയതൊന്നും മാത്രം ഇതുപോലെ ഒരു സ്പൂൺ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ഒരു നമ്മുടെ വാളയാറല്ല, കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് ഈശോയിലേക്ക് കയറുന്ന റൂട്ടിൽ ഇതുപോലെ ഏട്ടൻ എന്തോ കണ്ടു. ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചത്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത് വേറെ ഒന്നല്ല, ഇതുപോലെ ടോയ് വെച്ചേക്കണം. നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. ബബ്ലൂസിനെ ഒന്ന് ഹാപ്പിനെസ് ആക്കാൻ വേണ്ടിയിട്ട്, അവനൊന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ തന്നെ പോയി വാങ്ങി കൊണ്ടുവന്നു. ബബ്ലൂസ് ഭയങ്കര ഹാപ്പിയായിട്ട് ഇത് അവരൊക്കെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ. അങ്ങനെ ഫൈനലി നമ്മുടെ ഈശോയിലേക്ക് എത്തി. 2025 ആദ്യത്തെ ഈശോ കാണാൻ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ മാസവും, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ദിവസങ്ങളല്ല, പറ്റുന്ന സമയത്തൊക്കെ എനിക്ക് ഇവിടെ വരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, ഈശോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് വരുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒത്തിരി സന്തോഷം, എൻ്റെ ഒരു ഡ്രീം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിന് ശേഷം എണ്ണിത്തിട്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ ശിവനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു പാവ് ബജി കിട്ടും. 80 രൂപയാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ആ ബണ്ണ് വന്നിട്ട് ഭയങ്കര സോഫ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു നാരങ്ങയും പിന്നെന്താ അതിന് കൂട്ടി കഴിക്കാനുള്ള കറിയും കാര്യങ്ങളൊക്കെ തരുവേ, ബട്ടറൊക്കെ തരുവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏട്ടനത് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശിവൻ്റെ അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അവിടെ എന്തോ വർക്ക് നടക്കാണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാണ്ട് തിരക്ക്, നമ്മൾ കുളിച്ച് റിട്ടേൺ വരുന്ന സമയത്തായിരുന്നു. ബോംബ് തിരക്കായിരുന്നു കേട്ടോ.
പിന്നെ ഉള്ളിലേക്ക് കുളിക്കാനായിട്ട് നമ്മൾ പോയി. അപ്പോൾ ചേട്ടനൊന്നും കയറിയില്ല കേട്ടോ. ഞാനും രണ്ടാമത്തെ അനിയത്തിയും കൂടിയിട്ടാണ് കുളിക്കാൻ കയറിയത്. കാരണം അവിടെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കണം. ഫോണും പേഴ്സും എല്ലാം സെറ്റപ്പ് നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ കുളിച്ച് വന്നിട്ടുള്ളതിൻ്റെ കോലാണ് കേട്ടോ. ഹെയറൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫേസ് ഒന്ന് ഉറച്ച് കഴിയും, പക്ഷേ എൻ്റെ ഐലൈനർ കാര്യങ്ങളൊന്നും പോയില്ല കേട്ടോ. ഇവിടെ കുളിച്ച് നമുക്ക് തോർത്തൊന്നും വേണ്ട, തന്നെ അതൊക്കെ ഉണങ്ങിക്കോളും. അതൊരു മാജിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടുത്തെ ചന്ദനം കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ ഒരു സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കാനായിട്ട് നമ്മളെപ്പോഴും അവിടുത്തെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അവിടെ കയറിയിട്ട് നല്ല ചൂട് കോഫി കുടിച്ചു കേട്ടോ. അതിലിച്ചിരി മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സും ഒക്കെ 2 വായ വെച്ചിട്ടാണ് ഞാൻ കഴിക്കണത്. ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം, അതായത് ഒരു 6:30 ടൈമിലുള്ളൊരു തിരക്കാണ്. ഇനിയും തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് കാണാനായിട്ട് നമ്മളാണെങ്കിൽ ലൈറ്റ് കുറേ വട്ടം കണ്ടിട്ടുള്ളത് കൊണ്ട് ലൈറ്റ് കാണാൻ നിൽക്കണില്ല. കാരണം ഭയങ്കര ബ്ലോക്കാവും പിന്നെ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ ഇഷയിൽ നിന്ന് ഇറങ്ങി കോയമ്പത്തൂർ റൂട്ട് എത്തി. അവിടെ നിന്ന് ചിക്കൻ റൈസ്, പ്രാവശ്യത്തെ ചിക്കൻ റൈസ് ഒന്നിനും കൊള്ളില്ല, എന്തൊക്കെയോ കഴിച്ചു. കാരണം നമുക്ക് ഡയറ്റ് ആയതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് കഴിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് നിറച്ചാൽ മതി എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ചിക്കൻ റൈസും നൂഡിലും പിന്നെ ചിക്കൻ ഫ്രൈ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ ബൈ, സീ യു.